ക്രോണിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ക്രോണിക്കിൾസ് മധ്യകാല ഇന്ത്യയുടെ തുടക്കത്തിലെ നമുക്ക് നോക്കാനുള്ളൊരു ജനാലയാണ്, ജാലകമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ക്രോണിക്കിൾസ് ആക്ട് ആസ് എ വിൻഡോ ഇൻ ടു ദ പവർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഷേപ്ഡ് ഏർലി മിഡീവൽ ഇന്ത്യ. ആദ്യകാല മധ്യകാല ഇന്ത്യയിലെ അധികാര ഘടനയുടെ, ഗവൺമെന്റിന്റെയും രാഷ്ട്രത്തിന്റെയും രാജാക്കന്മാരുടെയും അധികാര ഘടന ആരുടെയൊക്കെ കൈകളിലായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന നൽകാൻ ഈ വംശാവലി ചരിത്രങ്ങൾക്കും ക്രോണിക്കിളുകൾക്കും കഴിയുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററിയാണ് ഈ ക്രോണിക്കിൾസിൽ ചർച്ച ചെയ്യുന്ന കാര്യം. അതായത് സാംസ്കാരികമായ ചരിത്രം, സാമൂഹ്യ ചരിത്രം, ആ നാടിന്റെ ചരിത്രം, പലപ്പോഴും കൊട്ടാര ജീവിതം, മതപരമായ അനുഷ്ഠാനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, സമൂഹത്തിലെ പതിവ് രീതികളും പാരമ്പര്യങ്ങളും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ക്രോണിക്കിളുകളിലൂടെ നമുക്ക് അറിവ് കിട്ടുന്നുണ്ട്. ഇത്തരം വശങ്ങള് നമുക്ക് കാണാമെന്നതിനപ്പുറം ചരിത്രകാരന് ചരിത്രത്തെ ആദ്യകാലം ആ കാലഘട്ടങ്ങളിലെ മനുഷ്യരുടെ നിത്യജീവിത രീതികളെയും നമുക്ക് പുനഃസൃഷ്ടിച്ചെടുക്കാൻ, റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് ഹിസ്റ്റോറിയന് കഴിയും എന്നുള്ളതാണ്. A historian can reconstruct the everyday lives of people, shedding light on their beliefs, അവരുടെ വിശ്വാസങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട്, അവരുടെ അനുഷ്ഠാനങ്ങളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട്, and social hierarchies, സാമൂഹികമായ തട്ടുതട്ടായിട്ടുള്ള ശ്രേണികളിലേക്ക് നോക്കാനായിട്ടൊക്കെ സാധിക്കുന്നു. Chronicles thus contribute to a holistic understanding of the cultural landscape during this period. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രോണിക്കിൾസ് ഈ കാലഘട്ടത്തിലെ സമഗ്രമായ ഒരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, കൾച്ചറൽ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചിട്ടൊരു സമഗ്രമായ ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു പ്രയോജനകരമായ ഒരു കാര്യമായിട്ട് പറയുകയാണ്. ഇനി റിലീജിയസ് ആൻഡ് ലിറ്റററി കോൺട്രിബ്യൂഷൻസും ഈ ക്രോണിക്കിൾസിനെ കൊണ്ടുണ്ട്. മതപരമായ കാര്യങ്ങളിൽ നമുക്ക് ചില സംഭാവനകൾ ഈ ക്രോണിക്കിൾസ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. മെനി വംശാവലീസ് ഇൻകോർപ്പറേറ്റ് റിലീജിയസ് ആൻഡ് ലിറ്റററി എലമെന്റ്സ്. പല വംശാവലികൾ നോക്കുമ്പോൾ മതപരമായ എലമെന്റ്സ് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്, സാഹിത്യപരമായ എലമെന്റ്സും ഒപ്പം കാണാൻ കഴിയുന്നുണ്ട്. പ്രൊവൈഡിങ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ റിലീജിയസ് ഫാബ്രിക് ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ. അപ്പോൾ പൂർവ മധ്യകാല ഇന്ത്യയിൽ മതപരമായ ആ ഒരു കെട്ടുറപ്പും അതിന്റെ ചട്ടക്കൂടും ഏത് രീതിയിൽ നെയ്തെടുത്തതായിരുന്നു എന്നതിനെ കുറിച്ച് വെളിച്ചം വീശുന്നുണ്ട് ഈ ദീസ് ക്രോണിക്കിൾസ് ഓഫൺ ഡീറ്റെയിൽ ദ പേട്രണേജ് ഓഫ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മതസ്ഥാപനങ്ങളുടെ പേട്രണേജ് ഇതിലെ വെളിച്ചം വീശുന്നുണ്ട്. ദ സ്പ്രെഡ് ഓഫ് ഡിഫറെന്റ് റിലീജിയസ് ഐഡിയോളജീസ്, വ്യത്യസ്ത മത ആശയഗതികൾ എങ്ങനെയാണ് ഇവിടെ വ്യാപകമായത് ആ കാലഘട്ടത്തിൽ, അതേക്കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ദ ഇൻഫ്ലുവൻസസ് ഓഫ് ലിറ്ററേച്ചർ ഓൺ ആൻഡ് ഫിലോസഫി ഓൺ സൊസൈറ്റി. ആ കാലത്തെ സാഹിത്യവും ആ കാലത്തെ തത്വചിന്തയും എല്ലാം സമൂഹത്തിലെ ജനങ്ങളുടെ മേൽ എന്ത് സ്വാധീനം ചെലുത്തി എന്നതിനെ കുറിച്ച് നമുക്ക് ഈ ക്രോണിക്കിൾസ് വായിച്ചാൽ മനസ്സിലാക്കാം. അങ്ങനെ നോക്കുമ്പോൾ ബൈ എക്സാമിനിങ് ദീസ് ആസ്പെക്ട്സ്, ഈ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഹിസ്റ്റോറിയൻസ് ക്യാൻ ഡെസിഫയർ ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ റിലീജിയൻ, ലിറ്ററേച്ചർ ആൻഡ് പൊളിറ്റിക്കൽ പവർ. മതം, സാഹിത്യം, രാഷ്ട്രീയ ഘടന എന്നിവ തമ്മിലൊരു പരസ്പര ബന്ധിതമായ ഒരു ഇടകലരല്, സഹവർത്തിത്വം, ബന്ധം ഉണ്ടാകുന്ന ഒരു ചരിത്രകാരന് വായിച്ചെടുക്കാൻ സാധിക്കും. കോൺട്രിബ്യൂട്ടിംഗ് ടു എ നുവൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇന്റലക്ച്വൽ ക്ലൈമറ്റ് ഓഫ് ദ ടൈം. ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ബൗദ്ധികമായ ആ നിലവാരവും സാഹചര്യവും കാലാവസ്ഥയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു പുതുമയാർന്ന ഒരു കാഴ്ചപ്പാട് നൽകാനും ഈ ക്രോണിക്കിളുകൾ നല്ലൊരു സംഭാവന തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ലിറ്റററി കാര്യങ്ങളിലും ഒക്കെ ക്രോണിക്കിൾസ് നൽകുന്ന കോൺട്രിബ്യൂഷൻ ആണ് ഇപ്പം നമ്മൾ നോക്കിയത്. അതിനു മുമ്പ് നോക്കിയത് കൾച്ചറലും സോഷ്യലുമായിട്ടുള്ള ജനങ്ങളുടെ ആചാര വിശ്വാസങ്ങളും മതാനുഷ്ഠാനങ്ങളും ജീവിത രീതികൾ, നിത്യജീവിത ചര്യകൾ, അവരുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, അവരുടെ തൊഴിലുകൾ ഒക്കെ പറയുന്ന ഒരു സോഷ്യൽ മിലു നൽകാനായിട്ട് കൾച്ചറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകാനായിട്ട് ക്രോണിക്കിൾസ് ഉപകരിക്കുന്നു. അടുത്തായിട്ട് പറയുന്നത് ചലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസം. നോക്കൂ, ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഒരുപാട് വെല്ലുവിളികളുമുണ്ട് ഈ ക്രോണിക്കിൾസിൽ നിന്ന് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നതിന്. While chronicles are invaluable sources, historians must approach them with a critical lens. ഒരു വിമർശകന്റെ കണ്ണോടുകൂടി, ഒരു വിമർശകന്റെ ലെൻസോടുകൂടി വേണം ഇവയെ അരിച്ചു വേർതിരിച്ച് ചരിത്രകാരൻ എടുക്കാൻ എന്ന് പ്രത്യേകം പറയുകയാണ്. These records are often biased. കാരണം എന്താണെന്നറിയാമോ? ഈ രേഖകൾ പലതും ബയാസ്ഡ് ആണെന്നുള്ളതാണ്. ബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷപാതപരമാണ്,
റിഫ്ലക്റ്റിംഗ് ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ റൂളിംഗ് എലൈറ്റ്, അന്നത്തെ ഭരണവർഗത്തിന്റെ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഓർ ദ ക്രോണിക്ലേഴ്സ് റിലീജിയസ് ആൻഡ് കൾച്ചറൽ അഫിലിയേഷൻസ്, ഈ ക്രോണിക്കിൾ എഴുതിയ ആൾ ഏത് മതക്കാരനായിരുന്നു, അയാൾ ഏത് മതത്തോട് ചായ്വുള്ളവനായിരുന്നു, അതിനനുസരിച്ചിട്ട് അയാളുടെ ചിന്താഗതികൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷപാതപരമായ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചരിത്രകാരൻ അറിഞ്ഞുകൊണ്ട് വേണം അതിൽ നിന്ന് വിവരങ്ങൾ എടുക്കാൻ. ദിസ് ബയാസ്, ഈ പക്ഷപാതപരമായ ബയാസ് ക്യാൻ ഡിസ്റ്റോർട്ട് ദ ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്, ചരിത്രപരമായ വിവരണ രീതിയെ വളച്ചൊടിക്കാൻ കാരണമാവും. ആൻഡ് നെസസിറ്റേറ്റ്സ് എ കെയർഫുൾ എലവേഷൻ ഓഫ് മൾട്ടിപ്പിൾ സോഴ്സസ്, വിവിധങ്ങളായ ഉറവിടങ്ങളെ കുറിച്ച് വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള, വളരെ കെയർഫുൾ ആയിട്ടുള്ള ഒരു എലവേഷൻ നമുക്ക് നൽകുന്നു. ദിസ് ബയാസ് ക്യാൻ ഡിസ്റ്റോർട്ട്, ഒപ്പം തന്നെ പറയുന്നുണ്ട് ഡിസ്റ്റോർട്ട് ചെയ്യാം. നമ്മുടെ ഈ പക്ഷപാതപരമായിട്ട് ഒരാൾ ചിന്തിച്ചു പോയാൽ അയാളുടെ വിവരണം വളച്ചൊടിക്കപ്പെട്ടതാകും. അതാണ് ഡിസ്റ്റോർട്ടഡ് ആവുക എന്ന് പറയുന്നത്. ആൻഡ് നെസസിറ്റേറ്റ്സ് കെയർഫുൾ, അതുകൊണ്ട് ഒരു കെയർഫുൾ ആയിട്ടുള്ള ഇവാലുവേഷൻ ആവശ്യമാണ്. ഓഫ് മൾട്ടിപ്പിൾ സോഴ്സസ്, ഒരു സോഴ്സ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വേറെ സോഴ്സുകളും കൂടി ഇതിന്റെ കൂടെ നോക്കണം. എന്തിനാ? ടു അച്ചീവ് എ മോർ ബാലൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, കൂടുതൽ സന്തുലിതമായ ഒരു ധാരണ നമുക്ക് കിട്ടുന്നതിന് വേണ്ടി. അഡീഷണലി, അതുകൂടാതെ ദി ഓറൽ ട്രാൻസ്മിഷൻ ഓഫ് എ ജീനിയോളജീസ് ബിഫോർ ദെയർ ട്രാൻസ്ക്രിപ്ഷൻ ടു റിട്ടൺ ക്രോണിക്കിൾസ്, പലപ്പോഴും വാമൊഴിയായിട്ടാണ് വംശാവലികൾ ആദ്യ കാലഘട്ടങ്ങളിൽ അത് എഴുതിപ്പെടുന്നതിന് മുമ്പ് വാമൊഴിയായിട്ട് കാവ്യങ്ങൾ രൂപത്തിൽ അടുത്ത തലമുറകൾക്ക് പറഞ്ഞ് പോകുന്നതാണ്. എന്നാൽ പിന്നീട് ഏതോ തലമുറയിൽ വെച്ചാണ് അത് എഴുതപ്പെട്ടതെന്ന് ഓർക്കണം. എഴുതപ്പെടുന്നതിന് മുമ്പ് ആദ്യത്തെ കുറച്ച് തലമുറകൾ ഈ വംശാവലികളൊക്കെ വാമൊഴി പാട്ടുകളായിട്ടാണ് രൂപപ്പെട്ടത് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എറർ വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറി പോകുമ്പോൾ പല ആശയങ്ങൾക്കും അർത്ഥത്തിനും വ്യത്യസ്തമായ വിശദീകരണങ്ങൾ വന്നു പോകാൻ ഇടയൊക്കെ ഉണ്ട്. ആൻഡ് എറേഴ്സ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ് മിത്തോളജൈസിങ്, കെട്ടുകഥകളും ഉപദാനങ്ങളും അതിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന രീതിയും കടന്നുകൂടാനിടയുണ്ട്. അപ്പോൾ ഇതൊക്കെ മിത്തോളജികളൊക്കെ വേണമെങ്കിൽ കയറ്റാം ചരിത്രം എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വില കുറഞ്ഞ ചരിത്രമായി പോകുന്നു അല്ലേ. ഇനി കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് അടുത്തായിട്ടുള്ളത്, താരതമ്യ വിശകലനമാണ്. ടു എൻഹാൻസ് ദ റിയാലിറ്റി ഓഫ് ഇൻഫർമേഷൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ക്രോണിക്കിൾസ്, ഈ ക്രോണിക്കിൾസിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ റിയാലിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഹിസ്റ്റോറിയൻസ് എൻഗേജ് ഇൻ കമ്പാരിറ്റീവ് അനാലിസിസ്, ചരിത്രകാരന്മാരെ താരതമ്യ വിശകലനത്തിന് മുതിരുന്നുണ്ട്. ബൈ ക്രോസ് റെഫറൻസിങ് ഡിഫറെൻറ്റ് വംശാവലീസ്, കാരണം ഒരൊറ്റ വംശാവലി മാത്രം നോക്കിയിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതേ കാലഘട്ടത്തിൽ എഴുതിയ മറ്റു വംശാവലികളിൽ അതേക്കുറിച്ച് എന്ത് പറയുന്നു, അവ തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട്, പരസ്പരം ഒത്തിണങ്ങുന്നുണ്ടോ എന്ന് ചേർത്ത് വെച്ച് പരിശോധിക്കുന്നതിനാണ് ക്രോസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ട് ഇൻസ്ക്രിപ്ഷൻസ് പലതും വേറെയും നോക്കിക്കൊണ്ട് അല്ലേ, അതുപോലെ ആൻഡ് ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്, പുരാവസ്തു കണ്ടെത്തലുകളും നോക്കിക്കൊണ്ട് സ്കോളേഴ്സ് ക്യാൻ കൊറാബറേറ്റ് ഡീറ്റെയിൽസ്, പണ്ഡിതന്മാർക്ക് കിട്ടിയ വിശദാംശങ്ങളെ പരസ്പരം ഓർത്തിണക്കാൻ കഴിയുന്ന ആൻഡ് കൺസ്ട്രക്ട് എ മോർ ആക്യുറേറ്റ് ഹിസ്റ്റോറിക്കൽ നരേറ്റീവ്, കൂടുതൽ വ്യക്തതയുള്ള കൃത്യമായ ചരിത്ര വിവരണം തയ്യാറാക്കാൻ പണ്ഡിതന്മാർക്ക് കഴിയുന്നു. കമ്പാരിറ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിഫൈൻമെന്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇന്റർപ്രിട്ടേഷൻസ്, അതുപോലെ തന്നെ താരതമ്യപരമായ വ്യാഖ്യാനങ്ങൾ, അതുപോലെ തന്നെ ചരിത്രപരമായ വ്യാഖ്യാനങ്ങളുടെ ഒന്നുകൂടിയുള്ള പരിഷ്കരണം ഒക്കെ സാധ്യമാകുന്നു. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റെൻസീവ് റിട്ടൺ റെക്കോർഡ്സ്, വ്യാപകമായ രേഖകളിലെ കുറവില് ക്രോണിക്കിൾസ് ഓർ വംശാവലി സ്റ്റാൻഡ് അപ്പ് ആസ് പില്ലേഴ്സ് സപ്പോർട്ടിംഗ് ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ദ ഹിസ്റ്ററി, ചരിത്രത്തിന്റെ പുനഃസൃഷ്ടിക്ക് ഉള്ള ഒരു നെടുന്തൂണായിട്ട് തന്നെ ഇവ നിൽക്കുകയാണ്. ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയുടെ തുടക്കം, അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ, ഭാരതത്തിന്റെ പൂർവഭാഗങ്ങളെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്ന ഒന്ന് തന്നെയാണ്. അത് കൃത്യമായിട്ട് ഓർക്കണം. വംശാവലികളെ കുറിച്ചും ക്രോണിക്കിളുകളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ആദ്യമേ തന്നെ പറയണം. ഇത് ഏർലി മെഡീവൽ ഇന്ത്യയുടെ റീകൺസ്ട്രക്ഷന് വളരെയധികം സഹായകരമായ നെടും തൂണുകളാണ്, മിഡിൽ പില്ലേഴ്സ് ആണ് എന്ന കാര്യം പറയാൻ വിട്ടുപോകരുത്. ദിസ് ജീനിയോളജിക്കൽ റെക്കോർഡ്സ് പ്രൊവൈഡ് എ റോഡ് മാപ്പ് ടു ദ പാസ്റ്റ്, ഭൂതകാലത്തിലേക്ക് ഒരു റോഡ് മാപ്പാണ് ഇത് നൽകുന്നത്. ഓഫറിംഗ് ഗ്ലിംസസ്, എന്താണ് ഓഫർ ചെയ്യുന്നത്? ഓഫറിംഗ് ഗ്ലിംസസ്, നമുക്ക് ഗ്ലിംസസ് നൽകുകയാണ് ഇൻ ടു ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ഡയമെൻഷൻസ്, പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, റിലീജിയസ് ഡയമെൻഷനെ കുറിച്ച് നമുക്ക് ധാരണ നൽകുന്നുണ്ട് ഓഫ് ദിസ് ക്രിട്ടിക്കൽ പീരീഡ്, ഈ കാലഘട്ടത്തിലെ. വൈ അതേസമയം അക്നോളജിങ് ദ
ബയാസസ് ഇൻഹറന്റ് ഇൻ സച്ച് സോഴ്സസ്. ഇത്തരത്തിലുള്ള സോഴ്സിൽ പക്ഷപാതിത്വം വരാൻ ചാൻസ് ഉണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഹിസ്റ്റോറിയൻസ് ലിവറേജ് കമ്പാരിറ്റീവ് അനാലിസിസ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ചസ് ടു എക്സ്ട്രാക്ട് എ നുവൻസേറ്റഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഏർലി മിഡീവൽ ഇന്ത്യ. മധ്യകാല ഇന്ത്യയുടെ തുടക്ക കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തതയും പുതുമയുള്ളതുമായ ധാരണ ഉണ്ടാക്കാനായിട്ട് പല ശാസ്ത്രങ്ങളെ, എക്കണോമിക്സിനെയും ബയോളജിയെയും ഫിസിക്സിനെയും അതിൻ്റെ സങ്കേതങ്ങളെയും ഒക്കെ നമ്മൾ ആശ്രയിക്കുന്നത്. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്രോണോളജീസ് ഓർ ക്രോണിക്കിൾസ് ലൈസ് നോട്ട് ഓൺലി ഇൻ ദെയർ എബിലിറ്റി ടു നരേറ്റ് ദ എക്സ്പ്ലോയിറ്റ് ഓഫ് റൂളേഴ്സ്. ഭരണാധികാരികളുടെ സംഭവങ്ങളും പ്രവൃത്തികളും അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ഉള്ള കഴിവ് മാത്രമല്ല ചരിത്രകാരൻ ഉണ്ടായിരിക്കേണ്ടത്, പിന്നെയോ ടു ദെയർ ആൻഡ് ഓൾസോ ഇൻ ദർ കപ്പാസിറ്റി ടു അൺവെയിൽ ദ വൈബ്രന്റ് ടൈപ്പ് സ്റ്റോറി ഓഫ് എ ബൈഗോൺ ഇയർ. ഒരു പൊയ്പോയ കാലത്തെക്കുറിച്ചുള്ള ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കഥ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഉറവിടവും കൂടിയാണ്. ടു കണക്ട് വിത്ത് ദ റൂട്ട്സ് ഓഫ് ദ ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യൻ സിവിലൈസേഷൻ്റെ ആ വേരുകളിലേക്ക് നമ്മളെ കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് ഇവയ്ക്ക് കഴിയും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. മറ്റൊരു ചോദ്യം, ഡിസ്കസ് ദ നേച്ചർ ഓഫ് രാഷ്ട്രകൂട പോളിസി എന്നതാണ് ഇവിടെ കാണുന്നത്.